നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടന്നു. ഉത്സവകാലത്ത് അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ഇടുക്കി എഴുകുംവയലിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ലഹരിക്കടിമയെന്ന പ്രാഥമിക നിഗമനം. ഏലം തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നിയമപുസ്തകത്തിൽ എഴുതിവെച്ച നിയമങ്ങൾ നടപ്പിലാക്കിയത് HRTT യൂണിയൻ നടത്തിയ സമര പോരാട്ടങ്ങൾ കൊണ്ട് മാത്രമെന്ന് VN മോഹനൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടന്നു. ജില്ലയുടെ ചുമതലയുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി പരേഡ് പരിശോധിച്ചു. മാർച്ച് പാസ്റ്റിന് ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്തെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും അതിനായി ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. കേരളത്തിൽ UDF സർക്കാർ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചു വരികയാണെന്നും വയോജന വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്ന വർദ്ധിതമായ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. ഭാരതത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാള അട്ടിമറികളിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങിപ്പോയപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ ചേർത്ത് നിർത്തി 80ാമത്തെ വർഷത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമ്പോൾ അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ ഉറപ്പാണ്. ആ ഭരണഘടന ശിഥിലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോയ് കെ പൗലോസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ട്, ജില്ലാ പോലീസ് മേധാവി AP നസീം എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് ഇൻസ്പെക്ടർ ജമാൽ PH പരേഡ് കമാൻഡറായിരുന്നു. പരേഡ് കമാൻഡർമാർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. കുളമാവ് ജവഹർ നവോദയ വിദ്യാലയ, വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, NCC സീനിയർ ഡിവിഷൻ, NCC ജൂനിയർ ഡിവിഷൻ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ബാൻഡ് സംഘങ്ങൾ എന്നിവർ പരേഡിൽ അണിനിരന്നു. വാഴത്തോപ്പ് സെന്റ് ജോർജ് HSS പാവനാത്മ കോളേജ്, മുരിക്കാശ്ശേരി സയൻസ് പബ്ലിക് സ്കൂൾ, ജവഹർ നവോദയ, പൈനാവ് MRS SNHSS നങ്കിസിറ്റി, ഫാത്തിമ മാതാ കോളേജ്, കൂമ്പൻപാറ കേന്ദ്രീയ വിദ്യാലയ, പൈനാവ് എന്നീ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി പരേഡിൽ പങ്കെടുത്തു. സിറ്റിവിഷൻ ഇടുക്കി. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ത്രിവർണ പതാകയെ നെഞ്ചോട് ചേർത്ത് ആഘോഷം ആവേശമാക്കി ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ. രാജാക്കാട് പഞ്ചായത്തിന്റെയും മർച്ചന്റ് അസോസിയേഷന്റെയും മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാവിലെ 9-ന് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച സ്വാതന്ത്ര്യദിന റാലി ടൗൺ ചുറ്റി സമ്മേളന നഗറിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംഘാടകർക്ക് പിന്നിലായി ഹരിതകർമ്മസേന, CDS ഭാരവാഹികൾ, ICDS പ്രവർത്തകർ, 14 വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളടക്കം ആയിരങ്ങളാണ് റാലിയിൽ അണിനിരന്നത്. നിരവധി പ്ലോട്ടുകളും പ്രച്ഛന്ന വേഷങ്ങളും റാലിക്ക് കൊഴുപ്പേകി. രാജാക്കാട് പട്ടണത്തെ ജനസാഗരമാക്കിയാണ് റാലി കടന്നുപോയത്. റാലിക്ക് ശേഷം ക്രിസ്തുജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവികുളം സബ് കളക്ടർ VM ആര്യ IAS സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ വില സ്വാതന്ത്ര്യം കാറ്റുപോലെയാണെന്ന് പൊതുവെ കാവ്യാത്മകമായിട്ട് പറയാറുണ്ട്. നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ വിശ്വാസം പോലെയുണ്ട്. അത് ചിലപ്പോൾ നമുക്കറിയില്ല, പക്ഷെ നമ്മളത് അറിയുന്നത് നമുക്കത് കുറയുമ്പോൾ
അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും. പഞ്ചായത്തിലെ 26 വിമുക്ത ഭടന്മാരെ ആദരിച്ചു. കൺവീനർ VS ബിജു സ്വാഗതവും ബാബു കൊച്ചുപുരയ്ക്കൽ നന്ദിയും രേഖപ്പെടുത്തി. കോർഡിനേറ്റർ ബെന്നി പാലക്കാട്, ഫാദർ മാത്യു കറയോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ ഷെറിൻ കൂരിക്കലേട്ട്, ഫാദർ എൽദോസ് മേനോത്തുമാലിയിൽ, ഇമാം ഇബ്രാഹിം മൻസൂർ തങ്ങൾ, സിസ്റ്റർ ഷെറിൻ R ബാലൻപിള്ള, സിബി കൊച്ചുപിള്ളാട്ട്, സാബു വാവലക്കാട്ട്, PB മുരളീധരൻ നായർ, MB ജോസ്, ബേബിലാൽ, മിനി ബേബി, TK സുജിത്, സന്ധ്യ ബൈജു, CR രാജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം അതിവിപുലമായ ആഘോഷങ്ങളുടെ രാജകുമാരി പഞ്ചായത്തിൽ ആഘോഷിച്ചു. പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു രാജകുമാരി പഞ്ചായത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നത്. ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം അതിവിപുലമായ ആഘോഷങ്ങളോടെയാണ് രാജകുമാരിയിൽ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും ക്ലബ്ബുകളുടെയും വ്യാപാരി സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സാംസ്കാരിക സമ്മേളനവും റാലിയും സംഘടിപ്പിച്ചത്. രാവിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജേഷ് മുകുളൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് പഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ആരംഭിച്ച സ്വാതന്ത്ര്യദിന റാലി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MN ഹരിക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങളുടെയും വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന സ്വാതന്ത്ര്യദിന റാലിയും നടന്നു. ശേഷം രാജകുമാരി ടൗണിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി ജോയി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജകുമാരികളെ ജീവിക്കുന്ന നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ സഹോദരന്മാർക്കും നന്ദി പറഞ്ഞു. കുട്ടിക്കാനം മരിയൻ കോളേജ് ഡീൻ ഡോക്ടർ സാംസങ് തോമസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മറ്റൊരു രാഷ്ട്രമാണെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഇന്ത്യ എന്തും ഉൾക്കൊള്ളുന്ന സോഷ്യൽ ഇൻക്ലൂഷൻ ഉള്ള ഒരു രാജ്യമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ശങ്കർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് P മാത്യു, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P രാജാറാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജേഷ് മുകുളേൽ, ജോഷി VV, വിമല ദേവി, പരിമളം മഞ്ജു, ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി PJ ജോൺസൺ, റോയി വർഗീസ് അമ്പഴച്ചാലിൽ, ജോഷി മൂടനാട്ട്, KJ സിജു, റോയി ചാത്തനാട്ട്, KK തങ്കച്ചൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവുറ്റ വിജയം നേടിയവരായ ലിൻസ് ജോസ് കാഞ്ഞിരത്തിങ്കൽ, ജിൻസ് ജോർജ് മുളഞ്ചിത്തറപ്പേൽ, അശ്വൻ സുഭാഷ് തൈപ്പറമ്പിൽ, തോമസ് പോൾ, സിന്ധു എന്നിവരെ ആദരിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സമൂഹത്തിന് പകർന്നു നൽകി രാജാക്കാട് കള്ളിമാലി കരുണാഭവനിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ TK സുജിത് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വാർദ്ധക്യത്തിൽ അനാഥത്വം പേറേണ്ടി വന്ന അമ്മമാർക്കും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുമക്കൾക്കും താങ്ങും തണലുമായി നിന്ന് പ്രവർത്തിക്കുന്ന രാജാക്കാട് കരുണാഭവനിൽ ഇത്തവണ വിപുലമായ രീതിയിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. ഓരോ വ്യക്തിയും സ്വാതന്ത്ര്യ സംരക്ഷണത്തിന്റെ കാവലാളാകണമെന്നും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അവകാശമാണെന്നും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു കരുണാഭവനിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ. വാർഡ് മെമ്പർ TK സുജിത പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വളച്ചൊടിക്കപ്പെടുന്ന നമുക്ക് ഇന്നത്തെ ചില പത്രത്തിൻ്റെ ഹെഡിങ്ങുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അത് സ്വയം എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ വിഷയമായിട്ട് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് എന്നിരുന്നാലും ചില ശിഥില ശക്തികളുടെ പ്രവർത്തനം മൂലം ശിഥിലീകരിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ഫാദർ ജെയിംസ് തെള്ളിയാങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പതാക ഉയർത്തലിനും മറ്റു പരിപാടികൾക്കും ശേഷം മധുര വിതരണം നടത്തി. കരുണാഭവൻ മാനേജിംഗ് ട്രസ്റ്റി ട്രീസ തങ്കച്ചൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. 200 കുരുന്നുകൾ കൈകോർത്ത ഭാരതം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ മാതൃകയിൽ ഒത്തുചേർന്ന നാളെയുടെ പ്രതീക്ഷയായ കുട്ടികൾ. കാണാം കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ തീർത്ത ഭാരതത്തിന്റെ ചിത്രം.
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം അതിവിപുലമായ ആഘോഷങ്ങളോടെയാണ് ഇടുക്കിയിൽ ആഘോഷിച്ചത്. പലതരത്തിലുള്ള ആഘോഷങ്ങൾ ജില്ലയുടെ വിവിധ കോണുകളിൽ നടന്നപ്പോഴാണ് ഹൈറേഞ്ചിലെ മാങ്ങാത്തൊട്ടി എന്ന കാർഷിക ഗ്രാമത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ച. കാന്തേപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ 200ഓളം വിദ്യാർത്ഥികളാണ് സ്കൂൾ ഗ്രൗണ്ടിൽ രാജ്യത്തെ അടയാളപ്പെടുത്തിയത്. പഠനത്തിനൊപ്പം പാഠ്യേതര മേഖലകളിലും ഇന്നും മുൻപന്തിയിൽ തന്നെയുള്ള കാന്തിപ്പാറ സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും അതിവിപുലമായ രീതിയിലാണ് ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം സ്കൂൾ അങ്കണത്തിൽ ആഘോഷിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തെങ്ങുംതോട്ടത്തിൽ ദേശീയ പതാക ഉയർത്തി. അങ്ങനെ ചില ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട അനേകം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ചില പ്രദേശങ്ങളില് ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരുമിക്കപ്പെട്ട അനേകം രാജ്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു വർഗത്തിന്റെ പേരിൽ ഒരു ക്ലാൻ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങളും ഈ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഈ മാനദണ്ഡങ്ങളൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സിട്ടോ, സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ഭാവന, ബിൻ ബ്രിട്ടിമോൾ, ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെറുതോണിയിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വന്ദേമാതരം ചൊല്ലി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത മഹാത്മാക്കളെ അനുസ്മരിച്ചു. ദേശീയ പതാകയേന്തി BJP പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത യാത്രയിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ ത്യാഗങ്ങൾ അനുസ്മരിക്കുകയും ദേശീയ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാവിലെ 10:30 ചെറുതോണിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം BJP കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ നിർവഹിച്ചു. നമ്മൾ പലപ്പോഴും വീരസവർക്കരെയും അതേപോലെ തന്നെ പട്ടേലിനെയും ഒക്കെ തന്നെ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വഹിച്ച മഹത്തായ പങ്കിനെ മറക്കുന്നത് ഈ രാജ്യത്ത് അവരോട് ഈ രാജ്യവും രാജ്യത്തെ ജനങ്ങളും അവരോട് കാണിക്കുന്ന നന്ദികേടാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ പുറത്താണ് സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ എങ്ങനെ നമുക്ക് വീരസവർക്കറെ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റും. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രവർത്തകർ വന്ദേമാതരം മുഴുവനായി ചൊല്ലി. സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. ദേശീയ പതാകയെ ആദരിച്ചും സ്വാതന്ത്ര്യദിന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുമാണ് തിരംഗയാത്ര സംഘടിപ്പിച്ചത്. BJP നേതാക്കന്മാരായ P രാജൻ, രതീഷ് വരങ്ങുമല, ലീന രാജു, സുരേഷ് മീനത്തേരി തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 80ാം സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ ഗ്രാമസഭയാണ് നടന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ മഹത് വചനങ്ങളിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണെന്നും ഷീല രാജൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശയം സത്യം, നീതി, ശുചിത്വം ഇതെല്ലാം അല്ലായിരുന്നു. അതിൽ നിങ്ങളെ ഇന്ന് വിളിച്ചതിൻ്റെ നമ്മൾ ഈ സ്പെഷ്യൽ ഗ്രാമസഭ കൂടുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ശുചിത്വം എന്ന അതിൻ്റെ അകത്തുള്ള ആ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. നിങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ. അഡ്വക്കേറ്റ് ബിജു ചെമ്പ്ലാവൻ അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ്, ജോസ് മാത്യു, നിഷ പ്രദീപ്, വിജിമോൾ PC എന്നിവർ പ്രസംഗിച്ചു. വിവിധ വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, ആയുർവേദ ആശുപത്രി ജീവനക്കാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്വാതന്ത്ര്യദിനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ വനിതാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ സ്വാതന്ത്ര്യഗൃഹ ആശ്രയഭവൻ അന്തേവാസികൾ പങ്കെടുത്തു. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷവും ആശ്രയഭവൻ സ്വർഗൃഹ് അന്തേവാസികൾക്കായി സ്വാതന്ത്ര്യദിനാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. വാഴത്തോപ്പ് തേജസ് ഹാളിൽ നടന്ന പരിപാടി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മാഡത്തിന്റെ സർവീസ് അവസാനിപ്പിച്ച ഈ സേവന മേഖലയിലേക്ക് മാഡം കാലത്ത് എത്തുമ്പോൾ മുതലുള്ള ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച അത്ഭുതപൂർവ്വമാണ്. മാഡത്തിന് വളരെയധികം ആദരവുകൾ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും
വിമൻസ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, ഡോക്ടർ PC രവീന്ദ്രനാഥ്, ആനി ജബരാജ്, മേരി MJ, ഡോക്ടർ മായ ജവഹർ, ജോസി മാക്സിൻ, റിൻസി ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെയും അന്തേവാസികളുടെയും കലാപരിപാടികളും തുടർന്ന് സമ്മാനദാനവും നടന്നു. സിറ്റി വിഷൻ ഇടുക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനത്തിൽ DCC മെമ്പർ KP ഗോപിദാസ് പതാക ഉയർത്തി. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പറുമായ ജോഷി കന്യാകുഴിയിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ സന്ദേശം നൽകി. ബെന്നി പാലക്കാട്ട, മിനി ബേബി, ശ്രീജ സനൽ, സിനി മൂലൻകുഴിയിൽ എന്നിവർ നേതൃത്വം നൽകി. ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇവിടെ ദേശീയപതാക ഉയർത്തിക്കൊണ്ട് നമ്മളിവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ 8 പഞ്ചായത്ത് ഉയർത്തുന്നുണ്ട്. 9 മണിക്ക് രാജാക്കാട് സ്കൂൾ ഉയർത്തിയതിനു ശേഷം നമ്മൾ അതിഗംഭീരമായ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും നമ്മൾ അതിഗംഭീരമായിട്ടൊരു സ്വാതന്ത്ര്യ റാലി ഉൾപ്പെടെ പായസൂത്രണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. വാക്ക് ശബ്ദിക്കാനും അത് കേൾക്കുവാനും അത് സ്വന്തമാക്കാനും സാധിച്ചതിൻ്റെ ദിനം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഒരു കൊടിയുടെ കീഴിൽ എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കുവാനും എല്ലാത്തിലുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ച ഈ നിമിഷത്തെ ഇതിനുവേണ്ടി ജീവത്യാഗം സഹിച്ച ധീര ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് ഇതിൻ്റെ ഐക്യവും അഖണ്ഡതയും. ഉത്സവകാലത്ത് അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. തൊടുപുഴയിൽ സപ്ലൈകോയുടെ ജില്ലാതല ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിപണിയിലെ വില നിയന്ത്രിച്ചു നിർത്തുകയും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉറപ്പുവരുത്തുകയുമാണ് ഫെയറുകളുടെ ലക്ഷ്യം. എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ എത്തിച്ചു പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്ന വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്സവകാലത്ത് അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. നമുക്ക് പൊതുവിപണിയിലെ വില നിയന്ത്രിച്ചു നിർത്തുവാനും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉറപ്പുവരുത്തുകയും ഒക്കെ ഈ ദൈർഘ്യമേറിയ ഫെയറുകളുടെ ലക്ഷ്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ എത്തിച്ച് പൊതുവിപണിയിൽ ഉണ്ടാവുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്ന വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്സവകാലങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും വിപണിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കർശനമായ നടപടികൾ അത്തരത്തിലുള്ള പൂഴ്ത്തിവെപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ബാഡ് പ്രാക്ടീസസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്ന് പറയുവാനിട വന്നത്. അതിൻ്റെ അകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനത്തോട് തന്നെ അക്കാര്യത്തിൽ നീങ്ങും. ഈ ഓണക്കാലത്ത് 1,60,50,000 മെട്രിക് ടൺ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ വഴിയും ലഭ്യമാക്കുന്നത്. ഇത്തവണ നമുക്ക് 10.90 രൂപയുടെ നിരക്കിലുള്ള അരി നൽകുന്നതിന് പരിമിതി ഉണ്ടായി. 2026 ജനുവരി മുതൽ കേന്ദ്രം നൽകി വരുന്ന ഡൈഡ് ഓവർ വിഹിതത്തിൽ നമുക്കുണ്ടായ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടത്. 33,294 മെട്രിക് ടൺ അരി ലഭിച്ചുകൊണ്ടിരുന്നത് 26,835 കുറഞ്ഞു. ഇതിൽ 6,459 ടൺ ഗോതമ്പായി പരിവർത്തനപ്പെടുത്തി. നമുക്ക് അനുവദിച്ചിരിക്കുന്ന 33,294 എന്ന ഡൈഡ് ഓവർ വിഹിതത്തിൽ വർധന വരുത്താതെ അതിൽ നിന്നു തന്നെ 6,459 ഗോതമ്പായി പരിവർത്തനപ്പെടുത്തി. ഇതുമൂലമാണ് ഡൈഡ് ഓവർ വിഹിതത്തിൽ കുറവുണ്ടായത്. ഈ ഡൈഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് നീക്കിയിരിപ്പിന്റെ അരിയെടുത്ത ഓണക്കാലത്തിനും വിഷുവിനും ക്രിസ്മസിനും ഒക്കെ സ്പെഷ്യൽ അരിയായി വിതരണം ചെയ്യുന്നത്. ഈ കുറവ് വന്നപ്പോഴാണ് സ്പെഷ്യൽ അരി എന്ന നിലയിൽ 10.90 കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യം വന്നത്. അതാണ് OMSS നിരക്കിലുള്ള അരി കൊടുക്കുവാനുള്ള തീരുമാനമെടുത്തത്. അത് 26 രൂപയ്ക്കും 27 രൂപയ്ക്കുമാണ് റേഷൻ കടകളിലൂടെ മാവേലി സ്റ്റോറുകളിലൂടെയും കൊടുക്കുന്നത്. സാധാരണ ലഭിക്കുന്ന നോർമൽ വിഹിതം സപ്ലൈകോയുടെ സബ്സിഡി വിഹിതം സെപ്റ്റംബർ മാസത്തെ അലോട്ട്മെന്റ് ഓഗസ്റ്റിൽ കൊടുക്കുന്നത് ഉൾപ്പെടെയാണ് 1,60,50,000 മെട്രിക് ടൺ അരി. വരും ദിവസങ്ങളിൽ വിപണി സസൂക്ഷ്മം വീക്ഷിക്കും. ബോധപൂർവം വില കൂട്ടുവാനുള്ള ശ്രമങ്ങളും ചില കോണുകളിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പിന്നീടും വിപണിയിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ അരി വിപണിയിൽ എത്തിക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ആതിര ജോഷി ആദ്യ വിൽപ്പന നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ ദീപക്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സ്മിത,
ജില്ലാ സപ്ലൈ ഓഫീസർ ബീന ഫദ്രൻ, സപ്ലൈകോ മേഖലാ മാനേജർ എം ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. ഇനി ചെറിയൊരിടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി എഴുകുമയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ലഹരിക്കടിമയെന്ന പ്രാഥമിക നിഗമനം. അമ്മയെയും അച്ഛനെയും ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞതായി പ്രതിയുടെ മൊഴി. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഇന്നലെ രാത്രി 7:30 നെടുങ്കണ്ടം എഴുകുമ്പയിൽ പാറത്തറയിൽ ആന്റണിയെയും ഭാര്യ വത്സമയെയും മകൻ അജീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. വത്സമയുടെ കഴുത്തിലും ആന്റണിയുടെ നെഞ്ചിലും വയറിലും മാരകമായി കുത്തേൽപ്പിച്ചിരുന്നു. തുടർന്ന് ചിത്രങ്ങൾ പകർത്തി ബന്ധുവിനും ഇയാൾ ഇടവക വികാരിക്കും അയച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് വൈദികരും നാട്ടുകാരും വീട്ടിലെത്തി. മാതാപിതാക്കളെ ദൈവസന്നിധിയിലേക്ക് അയച്ചെന്നാണ് പ്രതി നാട്ടുകാരോട് പറഞ്ഞത്. കൊലപാതകം നടന്ന സമയം ആന്റണിയുടെ രോഗിയായ മാതാവും വീട്ടിലുണ്ടായിരുന്നു. ഇവരെ ദൈവസന്നിധിയിലേക്ക് അയക്കാൻ പറഞ്ഞില്ലെന്നാണ് പ്രതിയുടെ മൊഴി. ലഹരിക്കടിമയായ അജീഷിനെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഡി അഡിഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യം മാതാപിതാക്കളോട് ഉണ്ടായിരുന്നു എന്നതാണ് സൂചന.
ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ പ്രതിയെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം വ്യക്തമാക്കൂ. അജീഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഏലം തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നിയമപുസ്തകത്തിൽ എഴുതിവെച്ച നിയമങ്ങൾ നടപ്പിലാക്കിയത് HRTT യൂണിയൻ നടത്തിയ സമര പോരാട്ടങ്ങൾ കൊണ്ട് മാത്രമെന്ന് HRTT യൂണിയൻ പ്രസിഡന്റ് VN മോഹനൻ. ഗജനപ്പാറയിൽ ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏലം, തേയില ഉൾപ്പെടെയുള്ള തോട്ടമേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ. CITU എന്ന സംഘടനയുടെ അഫിലിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ സെൻട്രൽ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നത്. പൂപ്പാറയിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പരിമളം ജയ് ഗണേഷ് അധ്യക്ഷത വഹിച്ചു. CPIM ഗജനാപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S മുരുകൻ സ്വാഗതം ആശംസിച്ച യോഗം HRTT യൂണിയൻ പ്രസിഡന്റ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നടത്തിയ വലിയ പോരാട്ടത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് നമ്മുടെ യൂണിയൻ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ മനസ്സിലാക്കണം. അതറിയണമെങ്കിൽ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു 60 വയസ്സിന് മേൽ പ്രായമുള്ള തൊഴിലാളികളുമായി ചർച്ച നടത്തുമ്പോൾ, ഡിസ്കഷൻ നടത്തുമ്പോൾ അറിയാം. യൂണിയൻ വൈസ് പ്രസിഡന്റായ P രാജാറാം, BP ചാക്കോ, VA കുഞ്ഞുമോൻ, P രവി, വിമലാദേവി ഗുണശേഖരൻ, K ഇളങ്കോവൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ രാജകുമാരി നോർത്ത് ബ്രാഞ്ച് സമ്മേളനം നടന്നു. രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം CPM രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏലം മേഖലയിലെ 29 യൂണിയനുകളും തേയില മേഖലയിലെ 12 യൂണിയനുകളും ഉൾപ്പെടെ 41 യൂണിയനുകൾ ഉൾപ്പെട്ടതാണ് ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ. CITUവിൽ അഭിലാഷം നേടിയെടുത്തിട്ടുള്ള സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. രാജകുമാരി നോർത്ത് യൂണിയൻ സമ്മേളനം നടന്നു. സമ്മേളന നഗറിൽ B ഡിവിഷൻ ബ്രാഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് M ഈശ്വരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ M ഈശ്വരൻ അധ്യക്ഷത വഹിച്ചു. CPIM രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ രക്തസാക്ഷികൾ അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദീർഘനാളത്തെ പോരാട്ടങ്ങൾ, ത്യാഗോചരമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ ശരിയില്ല, ത്യാഗം. ശൈലജ സുരേന്ദ്രൻ, P രവി, KK തങ്കച്ചൻ, KV ഷാജി, CPIM രാജകുമാരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AP റോയി, ബിനി ജോസഫ്, ജിനു കുഴിമറ്റം തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ മണികണ്ഠനെ പ്രസിഡന്റായി, KK വിജയൻ സെക്രട്ടറിയായും ഷൈനിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. കർഷക കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം നടന്നു. ഷാജി മണ്ഡപത്തിക്കുന്നേലാണ് പുതിയ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റത്. യോഗം കർഷക കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം നടന്നു. ഷാജി മണ്ഡപത്തിക്കുന്നേലാണ് പുതിയ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റത്. യോഗം കർഷക കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ഭരണാധികാരികളുടെ മുമ്പിലെത്തിക്കുക എന്നുള്ളതാണ് കർഷക കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും ജനദ്രോഹപരമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഭരിച്ചിരുന്നത്. കർഷക കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി മഞ്ഞാനമറ്റം മാറിയ സാഹചര്യത്തിലാണ് ഷാജി മണ്ഡപത്തിൻകുന്നേൽ നിയമിതനായത്. കഴിഞ്ഞ കുറെ കാലമായി മികച്ച രീതിയിലാണ് കർഷക കോൺഗ്രസ് ഉപ്പുതറയിൽ പ്രവർത്തിക്കുന്നത്. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പുതിയ നിയമിതനായ ഷാജി ചുമതലയേറ്റത്. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ, ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, PM വർക്കി പൊടിപാറ, ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻകുട്ടി, ജോണി ഇഞ്ചിപ്പറമ്പിൽ, PT തോമസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സിറ്റി വിഷൻ, ഉപ്പുതറ. രാജാക്കാട് സാൻജോ കോളേജിൽ PG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. പഠനത്തിന്റെ ഒരു ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി പുതിയ സ്വപ്നങ്ങളിലേക്ക് ചുവടുവെച്ച രാജാക്കാട് സാൻജോ കോളേജിലെ കഴിഞ്ഞ അധ്യയന വർഷം MCom, MSW, MAHRM കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 36 വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ ജിജോ ഇണ്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. അത് ചിലപ്പോൾ വർഷങ്ങൾ, ദശാബ്ദങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ
നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ലേൺ ചെയ്യും, അത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം കിട്ടുന്നതോടുകൂടി അവസാനിക്കുന്നതാണ്. യു ആർ സ്റ്റുഡൻസ്, ജീവിതത്തിൽ എന്നും നമ്മൾ സ്റ്റുഡൻസാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒന്ന്, MG യൂണിവേഴ്സിറ്റി BSW 1ാം റാങ്ക് ജേതാക്കളായ ഡെല്ല മെറിൻ ജോർജിനെ ആദരിച്ചു. ചടങ്ങിൽ പാല മാർസ്ലീവ മെഡിസിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിസ്റ്റർ ജൂലി എലിസബത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി സ്വാഗതവും മാനേജ്മെന്റ് സ്റ്റഡീസ് HOD MB ആരോമൽ നന്ദിയും രേഖപ്പെടുത്തി. IQAC കോർഡിനേറ്റർ അനൂപ് ചാക്കോ, കോളേജ് മാനേജർ ഫാദർ ജോബിൻ പേണക്കാട്ടുകുന്നേൽ, ഫാദർ തോമസ് കുട്ടി സേവിയർ, കൊമേഴ്സ് HOD അശ്വതി സോമൻ, വിദ്യാർത്ഥി പ്രതിനിധി ലിൻസോ ജോണി, ലിസ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ രാജാക്കാട്. YMCA ഇടുക്കി സബ് റീജിയന്റെയും രാജകുമാരി യൂണിറ്റിന്റെയും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും വിദ്യാഭ്യാസ സഹായ നിധി വിതരണവും ഓഗസ്റ്റ് 16 ഞായറാഴ്ച നടക്കും. രാജകുമാരി മാർ ബസോലിയോസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. YMCA ഇടുക്കി സബ് റീജിയന്റെ 2026-28 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണ ചടങ്ങും ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 രാജകുമാരി മാർ ബസോലിയസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ചടങ്ങിൽ വെച്ച് YMCA വിമൻസ് ഫോറം കേരള റീജിയൻ എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സഹായ നിധിയുടെ വിതരണവും നിർവഹിക്കും. സംസ്ഥാന ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. YMCA ഇടുക്കി സബ് റീജിയന്റെ 26-28 വർഷത്തെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും വിമൻസ് ഫോറം കേരള റീജിയൻ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സഹായ നിധി വിതരണവും ആഗസ്റ്റ് മാസം 16 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 രാജകുമാരി മാർ ബസോലിയോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. YMCA കേരള റീജിയൻ വൈസ് ചെയർമാൻ കുര്യൻ തൂമ്പുങ്കൽ പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. മുൻ ചെയർമാനും നാഷണൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ ജോസ് നെറ്റിക്കാടൻ പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. സബ് റീജിയൻ ചടങ്ങിനൊപ്പം രാജകുമാരി YMCA യൂണിറ്റിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കും. സബ് റീജിയന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ YMCA നേതൃത്വവും പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് രാജകുമാരി YMCAയുടെ സ്ഥാനാരോഹണ ചടങ്ങ് കൂടി അന്ന് നടത്തപ്പെടുകയാണ്. YMCA ഇടുക്കി സബ് റീജിയന്റെയും രാജകുമാരി യൂണിറ്റിന്റെയും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികളായ സബ് റീജിയൻ ചെയർമാൻ സനു വർഗീസ്, രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് OA ജോൺ, നിയുക്ത പ്രസിഡന്റ് പിയൂസ് കറിയ, സെക്രട്ടറി അരുൺ മാത്യു, കമ്മിറ്റി അംഗം പോൾസൺ കുര്യൻ എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ, വെള്ളിഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്നു. ഉത്സവകാലത്ത് അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ഇടുക്കി എഴുകുംവയലിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ലഹരിക്കടിമയെന്ന പ്രാഥമിക നിഗമനം.
വിഴിഞ്ഞം തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നിയമ പുസ്തകത്തിൽ എഴുതിവെച്ച നിയമങ്ങൾ നടപ്പിലാക്കിയത് HRTT യൂണിയൻ നടത്തിയ സമര പോരാട്ടങ്ങൾ കൊണ്ട് മാത്രമെന്ന് VN മോഹനൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.